നമസ്കാരം. യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ ശക്തം. അതിനിടെ വിഷയത്തിൽ ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുതിയ സാധ്യതകളും തേടുകയാണ്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരനുമായി കാന്തപുരം സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ MLA കാന്തപുരവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കാന്തപുരം ഇടപെടുന്നത്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതും ചാണ്ടി ഉമ്മനാണ്. അച്ഛനായ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുകളാണ് നിമിഷപ്രിയ വിഷയത്തെ പുറം ലോകത്തെത്തിച്ചത്. ഈ സാഹചര്യത്തിലാണ് മകൻ ചാണ്ടി ഉമ്മൻ വിഷയത്തിൽ ഇടപെടുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് പുതിയ നീക്കങ്ങൾ. സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫീളുമായാണ് കാന്തപുരം ബന്ധപ്പെട്ടത്. യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. കുടുംബത്തിന് ദയാദാനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം പറഞ്ഞു. നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനാനിലെ ജയിൽ അധികൃതർക്കാണ് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശിച്ചുള്ള കത്ത് ലഭിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത്തരമൊരു കത്ത് നൽകിയതെന്നാണ് വിവരം. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കണമെന്ന് കത്തിൽ പറയുന്നുണ്ട്. ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ട കേസിൽ 2017 മുതൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളുടെ മോചനത്തിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് ഉമ്മൻചാണ്ടി. ചികിത്സയിലായിരിക്കുമ്പോഴും സജീവമായ ഇടപെടൽ നടത്തി. കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടി ഉമ്മൻ ഇടപെടലുകൾ നടത്തുന്നത്. അതിനിടെ നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടപെടൽ സജീവമാക്കി. വിദേശകാര്യമന്ത്രിക്ക് മുൻപ് കത്തയച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും ഈ വിഷയത്തിൽ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിനും കത്തയച്ചിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 2017 ജൂലൈ 25 യമനിൽ നേഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷയുടെ വാദം. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ടായിരുന്നു. എന്നാൽ ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെ വാദം. തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നും നിമിഷ ആരോപിച്ചിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുക എന്നതാണ് ഇനി നിമിഷയ്ക്ക് മുന്നിലുള്ള ഏക വഴി. അതിവേഗം ഇടപെടാൻ ഇന്ത്യ സർക്കാരിനോട് നിമിഷ അഭ്യർത്ഥിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷപ്പെടുമെന്നും അവർക്ക് പ്രതീക്ഷയുണ്ടെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ബാബു ജോൺ പറഞ്ഞു. നിമിഷയുടെ വ്യക്തിപരമായ വികാരങ്ങൾ പരസ്യമായി പുറത്തു വരുന്നത് അപൂർവമാണ്. ഇത് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായക നിമിഷമായി അടയാളപ്പെടുത്തുന്നു. അതേസമയം യമനി ശരീഅത്ത് നിയമപ്രകാരം സാധുവായ ബ്ലഡ് മണി, അതായത് ദയാദാനമായി $10 ലക്ഷം നൽകാമെന്ന് നിമിഷയുടെ കുടുംബം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ വാഗ്ദാനം ഇതുവരെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സമയം അതിക്രമിക്കുകയാണ്. നിമിഷയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ സാമുവൽ ജെറോം നിലവിൽ സനായിലുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്നും ബാബു ജോൺ പറഞ്ഞു.